അപ്പോൾ ഗൈസ് ഈ മാസം ജൂലൈ 2026 ഒരുപാട് സിനിമകൾ റിലീസാകുന്നുണ്ട്. ഗൈസ് ഒരുപാട്. സോ നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാലോ. സോ ഗൈസ് ദിസ് ഇസ് 24 ഫ്രെയിം. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് ലെറ്റ്സ് ടോക്ക് സിനിമ. അപ്പോൾ ആദ്യത്തെ മൂവി പിയർ കോഫിൻ്റെ സംവിധാനത്തിൽ വരുന്ന മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്ന മൂവിയാണ്. സോ ഇത് ഒരു നമ്മുടെ ഡെസ്പിക്കബിൾ മീ ഫ്രാഞ്ചൈസിൻ്റെ ഒരു ഒഫീഷ്യൽ സ്പിൻ ഓഫ് ഒക്കെ പോലെ വേണമെങ്കിൽ കണക്കാക്കാം, ഇല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ട്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗ്രൂ എന്ന് പറയുന്ന ക്യാരക്ടർ ഇല്ല. ഇതിൽ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു പീക്കിരി സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ റിലീസാകുന്നത് ജൂലൈ 2-നാണ്. സോ ഗൈസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. എനിക്ക് തോന്നുന്നു ഇത് ആസ് ഇറ്റ് ഇസ് എ ഹോളിവുഡ് മൂവി ഇത് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഇത് ചില സ്ക്രീൻസ് ലൈക്ക് IMAX, PVR അതുപോലത്തെ ഒക്കെ സ്ഥലത്തെ കാണാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണാം. പിന്നെ അടുത്ത മൂവിയാണ് ദ ഡെത്ത് ഓഫ് റോബിൻ ഹുഡ്. ഇതല്ല ഗൈസ്, ഇത് മൈക്കിൾ സെനോസ്കി എന്ന് പറയുന്ന ഡയറക്ടറുടെ സംവിധാനത്തിൽ വരുന്ന മൂവിയാണ്. ഇത് ജൂലൈ 3-നാണ് ഇവിടെ റിലീസ്. ഗൈസ് ഇത് US ഓൾറെഡി റിലീസായി കഴിഞ്ഞു. ജൂൺ 19 എന്തോ ആയിരുന്നു റിലീസ്. സോ അറിയാലോ, A24 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ലേറ്റ് ആയത്. അപ്പോൾ ഇതിൽ നമ്മുടെ നായകൻ റോബിനോടായിട്ട് അഭിനയിക്കുന്നത് ഹ്യൂ ജാക്ക്മാനാണ്, അറിയാലോ, വോൾവറിൻ. സോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ റിവ്യൂ ഒക്കെ പോയി കണ്ടിട്ട് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ വരുന്നത് ഒരു ബോളിവുഡ് മൂവിയാണ്. ശിവ് റവേൽ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സംവിധാനത്തിൽ വരുന്ന ഒരു മൂവിയാണ്. ആൽഫ എന്നാണ് മൂവിയുടെ പേര്. സോ ഇതിലൊരു ഫീമെയിൽ ലീഡാണ്, ആലിയ ഭട്ടാണ് മെയിൻ ക്യാരക്ടർ. പിന്നെ ഒരുപാട് സണ്ണി ഡിയോൾ, അതുപോലെ തന്നെ അനിൽ കപൂർ, അതുപോലെ ഒരുപാട് കാസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലൊരു റൂമർ വരുന്നതെന്ന് വെച്ചാൽ അത് ഹൃത്തിക് റോഷനും ഒരു ക്യാമിയോ പോലെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് സ്പൈ യൂണിവേഴ്സൊക്കെ ആയിട്ട്, നമ്മുടെ സ്പൈ യൂണിവേഴ്സൊക്കെ ഇല്ലേ, ആദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക എന്നൊരു ഇത് പറയുന്നുണ്ട്. ഓഫ്കോഴ്സ് എനിക്കറിയില്ല അതിനെപ്പറ്റി. സോ ഇതും റിലീസാകുന്നത് ജൂലൈ 3-നാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ നമ്മുടെ അടുത്ത സിനിമ ഒരു തമിഴ് മൂവിയാണ്, ഘട്ട ഗുസ്തി 2. അതായത് 1-ൻ്റെ അതേ ഡയറക്ടർ തന്നെയാണ് 2-ഉം, അതായത് ചെല്ലായവ് എന്നാണ് ഡയറക്ടറുടെ പേര് ഗൈസ്. പിന്നെ ഒരു കാര്യം, അതായത് ഞാനിപ്പോൾ പറയുന്ന മൂവീസിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ പേരൊക്കെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ഇതിലും ഐശ്വര്യലക്ഷ്മി, വിഷ്ണു വിശാലൊക്കെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിൻ്റെയും റിലീസ് ജൂലൈ 3-ന് തന്നെയാണ്. സോ ഗൈസ് ഇപ്പോൾ ജൂലൈ 3-ന് തന്നെ ഒരു 3-4 മൂവിയായി അല്ലേ. അപ്പോൾ ഇതും നിങ്ങൾക്ക് താല്പര്യം 1 കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 2 കാണാൻ പോവുക. ഞാൻ പോകാൻ ചാൻസ് കുറവാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. പിന്നെ വരുന്ന ഒരു മലയാളം മൂവിയാണ്. അഭിലാഷ് വാര്യറാണ് സംവിധായകൻ. മഞ്ജു വാര്യറിൻ്റെ ആരുമല്ല. സോ സിനിമയുടെ പേര് ആരൂപി എന്നാണ്. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവി ടൈപ്പ് ഒരു ജോണറാണ്. സോ ഹൊറർ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. സോ ഇതിൻ്റെയും റിലീസ് ജൂലൈ 3-നാണ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ജൂലൈ 3-ന് തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം കൂടെ കാണാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടിലാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണാൻ ശ്രമിക്കുക ഗൈസ്. പിന്നെ വരുന്നത് നമ്മുടെ സ്വന്തം രാജുവേട്ടൻ്റെ ഐ നോബഡി എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. സോ അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ജൂലൈ 9-നാണ് റിലീസ്. ഇതിൻ്റെ ഡയറക്ടർ നിസാം ബഷീറാണ് അല്ലേ? അത് തന്നെ ഗൈസ്, നിഷാം ബഷീർ അല്ലേ? അങ്ങനെ എന്തോ. സോ പുള്ളിയുടെ മുമ്പുള്ള പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കെട്ടിയോളാണ് എൻ്റെ മാലാക, അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ റോഷാക്ക്, ഇതൊക്കെ പുള്ളിയുടെ മൂവീസാണ്. സോ പുള്ളിയുടെ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തീർച്ചയായിട്ടും ഐ നോബഡി എന്ന് പറയുന്ന ഒരു പടം ഇഷ്ടപ്പെടും. അത് മിക്കവാറും തീർച്ചയായിട്ടും ഞാൻ പോയി കാണാൻ ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ റിവ്യൂ ഞാൻ കണ്ടതിന് ശേഷം ഇടാം. സോ ഗൈസ് നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. പിന്നെ വരുന്നത് ഗൈസ് ഒരു ലൈവ് ആക്ഷൻ മൂവിയാണ്. ആദ്യം അനിമേഷനായിരുന്നു. തോമസ് കൈലിൻ്റെ സംവിധാനത്തിൽ റിലീസാവുന്ന മോവാന എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ ഇത് ആനിമേഷൻ കണ്ടവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. ഇതിൽ മോവാനായിട്ട് കാസ്റ്റ് ചെയ്തേക്കുന്ന കാത്രിൻ ലഗ, അങ്ങനെ എന്തൊരു പേരാണ് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പിന്നെ നിങ്ങൾക്ക് മുടി വെച്ച ഡ്വെയിൻ ജോൺസിനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ കണ്ടാൽ മതി. ഇതിൽ പുള്ളിക്ക് വിഗ് വെച്ച് പുള്ളി ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ല പടം പോട്ടോ ജയിക്കുമോ എന്നുള്ള ട്രെയിലർ കണ്ടപ്പോൾ അത്ര സുഖം എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഗൈസ് ആനിമേറ്റഡ് മൂവി കാണാൻ ആ ഒരു മൂവി കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് പോയി കാണാം. എനിക്ക് ആനിമേഷൻ മൂവി ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതെങ്ങനെയാവും എന്നെനിക്കറിയില്ല. അതിൻ്റെ കംപ്ലീറ്റ് ഇമേജ് ഇനി ഇത് കളയോ എന്നെനിക്കറിയില്ല. സോ ഇതിൻ്റെ റിലീസ് വരുന്നത് ജൂലൈ 10-നാണ്.
അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു എല്ലാ തിയേറ്റേഴ്സിലും അവൈലബിൾ ആയിരിക്കാൻ ചാൻസ് ഇല്ല. PVR പോലത്തെ തിയേറ്റേഴ്സിലായിരിക്കും കാണാൻ ചാൻസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. ഗൈസ് പിന്നെ വരുന്നത് നമ്മുടെ ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിൽ എനിക്ക് തോന്നുന്നു 6th മൂവിയാണ്. ഈവിൾ ഡെഡ് ബേൺ ആണ് മൂവിയുടെ പേര്. സോ ഇതിൻ്റെ സംവിധായകൻ സെബാസ്റ്റ്യൻ മാനസെക് എന്ന് പറയുന്ന എന്തോ ഡയറക്ടറാണ്. സോ ഇതിന് മുമ്പ് ഇറങ്ങിയ ഈവിൾ ഡെഡ് റൈസ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു നല്ല മൂവിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ മൂവി തീർച്ചയായിട്ടും പോയി കാണുക. സോ ഇതിൻ്റെ റിലീസ് വരുന്നത് ജൂലൈ 10-നാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഇനി അടുത്ത മൂവി നമ്മുടെ ഷാജി കൈലാസിൻ്റെ വരവ് എന്ന് പറയുന്ന മൂവിയാണ്. ജോജു ജോർജൊക്കെയാണ് മെയിൻ ലീഡ് വരുന്നത്. ഒരുപാട് പേരുണ്ട്. പിന്നെ അർജുൻ അശോകൻ, മുരളി ഗോപി, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ജൂലൈ എപ്പോഴാണ് 16-ന് റിലീസാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഗൈസ് ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇത് മുമ്പ് മെയ് 1-ന് എന്തോ റിലീസ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ അതിങ്ങനെ അവന്മാർ ഡിലേ അടിച്ച് ഇപ്പോൾ ജൂലൈ 16 വരെ എത്തിയിട്ടുണ്ട്. ഇനി ഈ മാസം അവന്മാർ വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ 16 വരുമെന്ന് പ്രതീക്ഷിക്കാം. സോ വന്നാൽ നിങ്ങളിത് പോയി കാണും. കാരണം എനിക്ക് പുള്ളിയുടെ മുമ്പത്തെ പടമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ അവന്മാർ ഇത് നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക? അപ്പോൾ ഈ മാസമെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ പോയി കാണുമോ ഗൈസ്? പിന്നെയുള്ളത് ഗൈസ്, ഞാനൊക്കെ ഒരുപാട് കാത്തിരിക്കുന്ന നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ സംവിധാനത്തിൽ വരുന്ന ദ ഒഡീസി എന്ന് പറയുന്ന മൂവിയാണ് ഗൈസ്. ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാകും. പക്ഷേ ആ ഒരു ട്രെയിലർ റിലീസായതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതിനെ നെഗറ്റീവൊക്കെ ഇട്ടു. സംഭവം മൂവി ഫ്ലോപ്പ് ആകുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഗൈസ് എനിക്ക് ആ ഒരു ഡയറക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ പോയി കാണും ഗൈസ്. ഐമാക്സിലൊക്കെ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ ബുക്ക് ചെയ്തില്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഭയങ്കര റേറ്റാണ് കാണിക്കുന്നത്. പക്ഷേ ഐമാക്സിൽ കാണണമെന്നുണ്ടായി. പക്ഷേ ഇല്ല, സാധാരണ തിയേറ്ററിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ റിലീസ് ജൂലൈ 17-നാണ്. സോ താല്പര്യമുള്ളവർ പോയി കാണുക. ഞാനൊക്കെ മിക്കവാറും പോയി കാണാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ക്രിസ്റ്റഫർ നോളനാണല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പുണ്ട് നല്ലതായിരിക്കും എന്നുള്ള. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സോ കണ്ടു നോക്കണം. പിന്നെ ഉള്ളത് ഒരു തമിഴ് മൂവിയാണ്. ഇമ്മോർട്ടൽ എന്നാണ് പേര്. അപ്പോൾ ഇതിൽ GV പ്രകാശും കൈഡു ലോഹാറും ഒക്കെ ഉള്ളൊരു ഫാൻറ്റസി ഹൊറർ ത്രില്ലർ ആണെന്ന് തോന്നണു, എനിക്കറിയില്ല. സോ ഇത് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയിലൊക്കെ എല്ലാ ലാംഗ്വേജിലും, മലയാളത്തിലില്ല. കുഴപ്പമില്ല. സോ ഈ ഒരു ജോണർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോയി കാണാം. നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണാം. സോ ഇതിൻ്റെ റിലീസ് ജൂലൈ 23-നാണ്. ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മുടെ സ്വന്തം ഡസ്റ്റിൻ ഡാനിയൽ ക്രീറ്റൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സോ ഇത് ജൂലൈ 31-ആണ് ഒഫീഷ്യൽ റിലീസ്. ബട്ട് ജൂലൈ 30-ന് ഒരു പ്രീമിയറിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫാൻ ഷോ എങ്ങാണ്ടാണ്. അതൊക്കെ ഓൾറെഡി ഫില്ലായി കാണും. നിങ്ങൾക്ക് ഇനിയും കുറച്ച് സീറ്റ് ഉണ്ട്. മെയിനായിട്ട് PVRലൊക്കെയാണ് ഇത് സ്ക്രീൻ ചെയ്യുന്നത്. നോർമൽ തിയേറ്റേഴ്സ് ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടില്ല ഇപ്പോൾ. അപ്പോൾ ഇതിനെ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് നല്ല കാര്യം. വേണമെങ്കിൽ ഇനിയും ബുക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഓൾമോസ്റ്റ് ഫില്ലായി എല്ലാ സീറ്റ്സും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ജൂലൈ 31-നാണ് ഒഫീഷ്യൽ റിലീസ്. 30-ന് പോണവർക്ക് പോവാം. ഗൈസ് ഇത്രയാണ്. അപ്പോൾ നമ്മുടെ ഈ മാസം ഇറങ്ങുന്ന മെയിൻ മൂവീസ് ഒരുപാടുണ്ട്. ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ഇതിൽ നിങ്ങൾ കാണാൻ ഏറ്റവും ആഗ്രഹിച്ച് ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവി ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക.